പിതാവിനും പുത്രനും പരിശുദ്ധ സ്തുതി ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമേൻ. ഇന്ന് സെപ്റ്റംബർ മാസം 7-ാം തീയതി ഞായറാഴ്ച. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം 6-ാമത്തെ വാക്യം. അവരുടെ അവിശ്വാസത്തെക്കുറിച്ച് അവൻ അത്ഭുതപ്പെട്ടു. പിന്നെ ഗ്രാമങ്ങളിൽ ചുറ്റി ഉപദേശിച്ചു തുടങ്ങി. ഈ വചനത്തിൽ നാം കാണുന്നത് യേശുവിൻ്റെ സ്വന്തം നാടായ നസറത്തിൽ സംഭവിച്ച ഒരു കാര്യമാണ്. അനേകം അത്ഭുതങ്ങളും ഉപദേശങ്ങളും കണ്ടിട്ടും അവിടുത്തെ ജനങ്ങൾ യേശുവിനെ വിശ്വസിക്കുവാൻ തയ്യാറാവുന്നില്ല. അവരുടെ കണ്ണുകൾ തുറന്നിരുന്നെങ്കിലും മനസ്സുകൾ അടഞ്ഞു കിടക്കുകയാണ്. അവർ യേശുവിനെ ദൈവപുത്രനെന്ന് വിശ്വസിക്കുവാൻ തയ്യാറാകുന്നില്ല. യേശുവിൻ്റെ ലൗകിക ബന്ധങ്ങളെക്കുറിച്ച് മാത്രം അവർ ചിന്തിക്കുന്നു. തൽഫലമായി സ്വർഗീയ ദർശനത്തിൽ എത്താനോ അതിലൂടെ സൃഷ്ടിക്കപ്പെടുന്ന വിശ്വാസ അനുഭവത്തിലേക്ക് എത്താനോ അവർക്ക് സാധിക്കുന്നില്ല. അതുമൂലം സ്വർഗീയ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുവാനും അവർക്കിടയാകുന്നില്ല എന്ന് കാണാം. വിശ്വാസം അത് ദൈവവുമായി നമ്മെ ബന്ധിപ്പിക്കുന്ന പാലമാണ്. അവിശ്വാസമാകട്ടെ ആ പാലം തകർക്കുന്ന ഒരു ശക്തിയാണ്. യേശുവിനെ കണ്ട് അവൻ്റെ വാക്കുകൾ കേട്ടിട്ടും അവിശ്വാസം കൊണ്ട് അവർ ദൈവിക അനുഭവങ്ങളിൽ നിന്ന് വിട്ടുപോയിരിക്കുകയാണ്. ഇന്നും നമ്മുടെ ജീവിതത്തിൽ നമ്മെ തടസ്സപ്പെടുത്തുന്ന വലിയൊരു ശത്രു അവിശ്വാസം തന്നെയാണ്. അവിശ്വാസത്തിൻ്റെ മക്കളാകാതെ വിശ്വാസത്തിൻ്റെ മക്കളാകാൻ നാം ശ്രമിക്കേണ്ടിയിരിക്കുന്നു. യേശുവിൻ്റെ മറ്റൊരു പ്രത്യേകത ഇവിടെ നാം മാതൃകയാക്കേണ്ടതുണ്ട്. അവിശ്വാസം കണ്ടിട്ടും യേശു തൻ്റെ ദൗത്യം ഉപേക്ഷിച്ചില്ല. അവൻ ഗ്രാമങ്ങളിൽ ചുറ്റി ഉപദേശിച്ചുകൊണ്ടേയിരുന്നു. ഇത് നമ്മെ പഠിപ്പിക്കുന്നത് മറ്റുള്ളവരെ നിരാകരിച്ചേക്കാം, വിമർശിച്ചേക്കാം, അവിശ്വാസമുണ്ടായേക്കാം. എന്നാൽ അവയുടെ നടുവിലും ദൈവിക ദൗത്യത്തിൽ ഉറച്ചു നിൽക്കുവാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ ജീവിതത്തിൽ അവിശ്വാസം പലപ്പോഴും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളെ തടഞ്ഞു നിർത്തുവാനും ഇടയാവുകയാണ്. വിശ്വാസം കൊണ്ട് മാത്രമേ ദൈവത്തിൻ്റെ ശക്തി നമ്മിൽ പ്രകടമാകൂ എന്നതിനാൽ വിശ്വാസമുള്ളവരായി തീരുക. യേശുവിനെ പോലെ നാം ചെയ്യുന്ന അവിശ്വാസം കൊണ്ട് തടസ്സപ്പെടാതെ ദൈവരാജ്യത്തിന് വേണ്ടിയുള്ള പ്രവൃത്തിയിൽ സ്ഥിരത പുലർത്തി നമ്മുടെ ദൗത്യം പൂർത്തീകരിക്കാം. കർത്താവേ, എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ളതായ എല്ലാ അവിശ്വാസവും നീക്കം ചെയ്ത് വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ എന്നെ സഹായിക്കണമേ. അതിലൂടെ നിൻ്റെ അത്ഭുതങ്ങൾ കാണാനും നിൻ്റെ സ്നേഹം അനുഭവിക്കുവാനും വിശ്വാസത്തിൻ്റെ കണ്ണുകൾ തുറന്നു നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ.